ആരോപണത്തിന് പിന്നിൽ അജണ്ടയെന്ന മന്ത്രി റിയാസ്. പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. അതാണ് ഞാൻ ചോദിച്ചത്. അവിടെ മന്ത്രി ശരിക്കും ശരിയാണോ? മന്ത്രി സജി ചെറിയാന്റെ കെയർ ഓഫിലുള്ള ആണോ? ഉറപ്പാണോ? നമ്മള് കേസിന് പോയാ വിജയിക്കൂലപ്പ. ശരിക്കും റിലേഷൻ ആണോ? അതോ ഇങ്ങനെ പേരിൽ എന്തെങ്കിലും ഒരു അവരുടെ ഡോണറായിട്ടാണ് മന്ത്രി സജി ചെറിയാന്റെ ഡോണറായിട്ടാണ് ഇവര് വന്നത്? ആണോ? കൊച്ചിയെ വിഴുങ്ങാൻ അവയവ മാഫിയ. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറഞ്ഞും തട്ടിപ്പ്. തട്ടിപ്പിനിരയായ യുവതിയും ഏജന്റ് ഷൈനും തമ്മിലുള്ള സംഭാഷണം. ന്യൂസ് 18. എങ്ങനെയൊക്കെ ഒരാളെ യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പം ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ലഹരി മാഫിയ സംഘത്തിൽ ഇട്ടുകൊടുത്ത്, ഇല്ലെങ്കിൽ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഈ കുട്ടി അങ്ങ് ഇട്ടുകൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഈ കുട്ടിക്ക് നല്ല ഓഫർ കൊടുക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം നൽകി സെക്ഷലി അബ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും പിന്നീട് പോകുന്നത്. ലഹരിക്കൊപ്പം സ്വർണവും കടത്താൻ മോഡലിംഗ് കമ്പനികൾ യുവാക്കളെ ചതിയിൽപ്പെടുത്തുന്നത്. വൻ ഓഫറുകൾ നൽകി ലഹരി എത്തിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് കാസർഗോഡ് വഴി കൊച്ചിയിലേക്ക്. പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമവും വ്യാപകമെന്ന് വെളിപ്പെടുത്തൽ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മേയറുമായുള്ള തർക്കത്തിൽ KSRTC ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രമുടൻ. ദൃശ്യം പുനരാവിഷ്കരിച്ച് പോലീസ്. ഡ്രൈവർ അശ്ലീല ആംഗ്യം കാട്ടിയതായി സ്ഥിരീകരണം. തർക്കത്തിനിടെ MLA ബസിൽ കയറിയെന്ന് യാത്രക്കാരുടെ മൊഴി. ആലുവയിൽ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ യുവാക്കൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. സംഭവത്തിന്റെ CCTV ദൃശ്യം. ന്യൂസ് 18. ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കാൻ സർക്കുലർ പുറപ്പെടുവിച്ച ഹൈക്കോടതി. സർക്കാരിന്റെ ഉപഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചു. അതിജീവിതയുടെ ഹർജി നാളെ പരിഗണിക്കും. KSUവിലെ കൂട്ടത്തല്ലിൽ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് KPCC റിപ്പോർട്ട്. നടന്നത് ഗുരുതര വീഴ്ചയെന്ന അന്വേഷണ സമിതി. K സുധാകരന് അർഹമായ പരിഗണന നൽകാത്തത് ആസൂത്രിത നീക്കമെന്ന് വിലയിരുത്തൽ. തമ്മിത്തല്ലിനെ ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ്. കണ്ണൂരിനെ നടുക്കി അരുംകൊല. അയൽവാസിയെ പിതാവും മക്കളും ചേർന്ന് അടിച്ചുകൊന്നു. കൊലപാതകത്തിന് പിന്നിൽ മലിനജലം ഒഴുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം. 3 പേർ കസ്റ്റഡിയിൽ. മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം നീട്ടാൻ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ. 7 ദിവസം കൂടി ജാമ്യം നീട്ടണമെന്നാവശ്യം. വൈദ്യപരിശോധനയ്ക്ക് കൂടുതൽ സമയം വേണമെന്ന് കെജ്രിവാൾ. ഇന്ത്യ സഖ്യത്തിന്റെ അടുത്ത യോഗം ജൂൺ 1-ന്. രാജ്യത്തെ ഞെട്ടിച്ച് വീണ്ടും തീപിടുത്തം. ഉത്തർപ്രദേശിലെ ആസ്ഥ ആശുപത്രിയിൽ അഗ്നിബാധ. 12 രോഗികളെ രക്ഷപ്പെടുത്തി. ഡൽഹിയിൽ തീപിടുത്തമുണ്ടായ 2 ഇടങ്ങളിലും നിയമലംഘനം നടന്നതിന് തെളിവ്. പകൽ വാർത്തയിലേക്ക് വിശദമായി പോയാൽ, ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചു. ബാർ ഉടമ അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. രഹസ്യ കേന്ദ്രത്തിൽ വിളിച്ചുവരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും എന്താണ് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന് പിന്നിലെന്നും സംഘം അന്വേഷിക്കുന്നു. അതേസമയം ബാർക്കോഴയിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രത്യക്ഷ പ്രതിഷേധത്തിലാണ്.
നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങളും UDF തുടങ്ങി. അതേസമയം മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ബാർ ഉടമകളിൽ നിന്ന് ഉദ്യോഗസ്ഥരും പണം പിരിക്കുകയാണ്. മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മന്ത്രിമാർ രണ്ടുപേരും പച്ചക്കള്ളമാണ് പറയുന്നത്. ടൂറിസം ഡയറക്ടറുടെ പ്രസ്താവന പോലും പുറത്തുവിട്ടത് മന്ത്രിയുടെ ഓഫീസാണ്. അബ്കാരി നയം പരിശോധിക്കുന്നത് ടൂറിസം വകുപ്പാണോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറയുമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടു മന്ത്രിമാര് ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ, അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ്. ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച. ബാർക്കോഴ ഇടപാടുകൾ നടന്നത് മുഖ്യമന്ത്രി അറിഞ്ഞാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ സ്വകാര്യവൽക്കരിക്കാൻ അടക്കം തീരുമാനമുണ്ടായി. മന്ത്രിസഭ തീരുമാനിച്ചാണോ ഇക്കാര്യം നടന്നതെന്ന് CPM വ്യക്തമാക്കണം. മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞ് സത്യം തുറന്നു പറയണം. ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് കാര്യമില്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൗനം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിൽ UDF ഭരണകാലത്ത് നടന്ന ബാർ കോഴയുടെ തനി ആവർത്തനമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബാർ കോഴയുടെ വിശദ വിവരങ്ങൾ പുറത്തുവന്ന് 5 ദിവസം കഴിയുമ്പോഴും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. സർക്കാർ മദ്യനയം മാറ്റാൻ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്ന് ആധികാരികമായി വ്യക്തമാക്കേണ്ട ആൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നിലവിലുള്ള സർക്കാരിന്റെ മദ്യനയത്തിൽ മാറ്റം വരുത്തി പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നോ ഇല്ലയോ എന്നെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് പറയേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി അറിയാതെയാണ് ബാർ കോഴ നടന്നത് എന്ന് വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. തീർച്ചയായിട്ടും ഈ ഇടപാടിൽ CPM-നും മുഖ്യമന്ത്രിക്കും അറിവുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരക്ഷരം ശബ്ദിക്കാൻ തയ്യാറാവാത്തത്. അതുകൊണ്ട് സത്യം പുറത്തുവരാൻ കേന്ദ്ര ഏജൻസികൾക്ക് ഈ അന്വേഷണം കൈമാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ രണ്ടാം ബാർ കോഴയുടെ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാൻ സർക്കാർ തയ്യാറാവും. എക്സൈസ് വകുപ്പിൽ താൻ ഇടപെട്ടു എന്ന തരത്തിൽ നടക്കുന്ന പ്രചാരണത്തിന് മറ്റ് ചില അജണ്ടകളുണ്ട് എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. കാര്യങ്ങൾ ഇന്നലെ ടൂറിസം ഡയറക്ടറും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പിന്നെ മറ്റു ചിലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനിപ്പോൾ എല്ലാത്തിനും മറുപടി ഒരു ദിവസം പറഞ്ഞതിന് വ്യത്യസ്തമായ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ പറയുക. എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉറപ്പിച്ച് പറയുക ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. ഗൂഢാലോചനയാണ് നടന്നത് എന്നാണ് മന്ത്രി MB രാജേഷ് അന്ന് പ്രതികരിച്ചത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അത് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഡാൻ കുര്യൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, ഇപ്പോൾ ബാറുടമ അനിമോന്റെ മൊഴി എടുക്കുകയാണ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് ഏത് ഘട്ടത്തിലേക്ക് എത്തി? കൃത്യമായി പറഞ്ഞാൽ എൽദോ, എക്സൈസ് മന്ത്രി MB രാജേഷ് ഇതിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് നൽകിയ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. തുടർന്നായി കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് അടിയന്തരമായി ഊർജിതമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ശബ്ദരേഖയുടെ ഉടമയായ അനിമോനിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്.
ഇടുക്കിയിലെ വസതിയിൽ വെച്ച് മൊഴിയെടുക്കാനായിരുന്നു ആദ്യം അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പക്ഷേ പിന്നീട് മാധ്യമങ്ങൾ അവിടേക്ക് എത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അനിമോനിൽ നിന്ന് വിശദമായി ഇത്തരമൊരു ശബ്ദരേഖ പുറത്തു പറയാനിടയായ സാഹചര്യം ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പോഴും അനിമോൻ കഴിഞ്ഞ ദിവസം ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ വിശദീകരണവുമായി രംഗത്തെത്തിയപ്പോൾ പറഞ്ഞത് ഇത് അവർക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പണം പിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത് എന്നായിരുന്നു. സ്വാഭാവികമായി അത്തരമൊരു കാര്യം നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വിശദമായ അന്വേഷണം നടത്തുക. അതോടൊപ്പം തന്നെ ഈ ബാർ ഉടമകൾക്കിടയിൽ നിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളാണോ ഇത്തരമൊരു കാര്യം ഈ ഘട്ടത്തിൽ പുറത്തു പറയാൻ ഇടയാക്കിയത് എന്ന കാര്യത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഏതെങ്കിലും പണം ഇതിനോടകം കൈമാറിയിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് മേൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുന്നതും പ്രത്യക്ഷ സമരത്തിലേക്ക് മാറുന്ന സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നതും. ഒപ്പം തന്നെ പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള നിലപാടാണല്ലോ എടുക്കുന്നത് ഈ വിഷയത്തിൽ. നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ പൂർണ്ണമായും തയ്യാറെടുക്കുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മന്ത്രിയുടെ ഓഫീസിലേക്ക് സംഭവിച്ചു. ഈ പ്രതിപക്ഷം ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ. സ്വാഭാവികമായി എക്സൈസ് മന്ത്രിയും അതോടൊപ്പം ടൂറിസം മന്ത്രിയും രാജിവെച്ചുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്ന നിലപാടായിരുന്നു പ്രതിപക്ഷത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് UDF ഏകോപന സമിതിയിൽ നിയമസഭാ സമ്മേളനത്തിൽ ഇക്കാര്യം സഭയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിക്കുമോ എന്ന് കാത്തിരുന്ന ശേഷം തുടർ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങാമെന്നൊരു പൊതു വിലയിരുത്തലുണ്ടായത്. പക്ഷേ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട BJP കൂടി പ്രതിഷേധവുമായി രംഗത്തെത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ നീങ്ങുന്നതിലൂടെ ഇന്ന് നോട്ടെണ്ണുന്ന മെഷീനുമായി ഞാനിപ്പോൾ നിൽക്കുന്ന MP രാജേഷിന്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിലുള്ള റോഡിൽ കുത്തിയിരുന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് ബാരിക്കേഡ് തീർത്ത പ്രതിഷേധക്കാരെ ഇവിടെ തടയുകയായിരുന്നു. അടുത്ത ആഴ്ചയിലും ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. എന്തായാലും ഇതിനെ സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഈ ബാർക്കോഴ വിവാദം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു മധുര പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് ആരംഭിച്ചു. മൊഴിയെടുക്കുകയാണ് ബാർ ഉടമ അനിമോന്റെ. മന്ത്രിയുടെ പേര് പറഞ്ഞും അവയവ തട്ടിപ്പ്, അവയവദാതാവും സ്വീകരിക്കുന്ന ആളും മന്ത്രി സജി ചെറിയാന്റെ PAയുടെ പരിചയക്കാരാണ് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നാണ് ആക്ഷേപം. കൊച്ചിയിലെ അവയവ തട്ടിപ്പിനിരയായ യുവതിയും ഏജന്റ് ഷൈനും തമ്മിലുള്ള സംഭാഷണം ന്യൂസ് 18 ലഭിച്ചു. യുവതിക്കെതിരെ ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയത് മന്ത്രിയുടെ PAയ്ക്കൊപ്പം എത്തിയവരാണ് എന്ന് പറഞ്ഞ് ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്ന് യുവതി പറയുന്നു. ഇത്തരത്തിൽ ഉന്നതരുടെ പേരുപയോഗിച്ച് വ്യാപകമായി അവയവ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് ആക്ഷേപം. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിൽ വന്നാണ് അവള്. മന്ത്രി ചെറിയാന്റെ കെയർ ഓഫിലുള്ള പേഷ്യന്റിന്റെയാണോ? ഷാച്ചന്റെ പേഷ്യന്റ് മന്ത്രി ചെറിയാനാണോ അതോ മന്ത്രി ചെറിയാൻ സജി ചെറിയാൻ അല്ലേ? സജി ചെറിയാന്റെ റിലേറ്റീവ്സ് ആണ്. അവൾ ആ അഹങ്കാരത്തോടുകൂടി എന്നോട് സംസാരിക്കണത്. എന്റെ പൊന്നിയച്ച് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഷാജിയുടെ അടുത്തൊന്ന് പണിക്കുന്ന ഇറങ്ങിയെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കാരണം ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഇല്ലടാ, അപ്പൊ ഞാൻ അല്ലടാ അവൾ അല്ല അതെടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വരുന്നത്. എടാ, ആ പെണ്ണുമ്പുള്ളയല്ലേ നിന്റെ അടുക്കേ വന്ന് കംപ്ലൈന്റും പറഞ്ഞേച്ചും എനിക്കെതിരെ കംപ്ലൈന്റ് പരാതിയൊക്കെ കൊടുപ്പിക്കാനായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അവർക്കെതിരെയല്ലേ ഞാനൊരു കേസ് കൊടുക്കേണ്ടത് ആദ്യമേ. അപ്പൊ അവൾ എന്നെ ഭീഷണിപ്പെടുത്തണ എന്താന്നത്, ഞാൻ മന്ത്രി സജി ചെറിയാന്റെ ഇതിൽ വന്നാണ് ഏതറ്റം വരെയും ഞാൻ പോകൂടിയെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. അവള് മന്ത്രി ശരിക്കും ശരിയാണോ, മന്ത്രി സജി ചെറിയാന്റെ കെയർ ഓഫിലുള്ള ആണോ, ഉറപ്പാണോ? നമ്മള് കേസിന് പോയാ വിജയിക്കൂലപ്പ. ശരിക്കും റിലേഷൻ ആണോ അതോ ഇങ്ങനെ പേരിൽ എന്തെങ്കിലും ഒരു? അവരുടെ ഡോണറായിട്ടാണ് മന്ത്രി സജി ചെറിയാന്റെ ഡോണറായിട്ടാണ് ഇവര് വന്നത്? ആണോ? പേഷ്യന്റ് അല്ല, ഈ ഡോണറാണ് അവരുടെ ഇതിൽ വന്നത്. ഓ, അവരുടെ പേഷ്യന്റും അതാണെന്ന്.
അവരുടെ പേഷ്യന്റും ആണ്, അവർ കൊണ്ടുവന്ന ഡോണറും ആണ്. രണ്ടും അവർ കൊണ്ടുവന്നത് തന്നെയാണ് സജി ചെറിയാൻ. ഞാനേ വിളിക്കാം. എന്നാൽ അവയവ ഏജന്റ് പറയുന്ന പേര്, അങ്ങനെയുള്ള പേരുള്ള ആരും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇല്ല എന്ന് മന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചു. നമ്മുടെ ഓഫീസിൽ അങ്ങനെ ഒരു സ്റ്റാഫ് ഇല്ല. നമ്മുടെ 25 അംഗങ്ങളിൽ അങ്ങനെ ഒരു പേരുള്ള ആളില്ല. പിന്നെ ഇത്തരം തട്ടിപ്പുകൾക്കെതിരായിട്ട് കർശന നിലപാട് സ്വീകരിക്കും, പോലീസ് നടപടി സ്വീകരിക്കട്ടെ. ഓഫീസിൽ അങ്ങനെ പേരുള്ള ഒരാളില്ല. അതെ, നിങ്ങൾ അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഇത്തരം തട്ടിപ്പുകൾക്കെതിരായിട്ട് നല്ല നിലപാട് സ്വീകരിക്കുക. നിങ്ങൾ അവരോട് പറയുക, അല്ലെങ്കിൽ അത്തരം കാര്യം ആളുകളോട് പറയാനും പറഞ്ഞിരുന്നു. ചോദിക്കാം, ഞാൻ മിനിസ്റ്ററോടൊന്ന് സംസാരിക്കട്ടെ, ഞാൻ ചോദിക്കാം. ആജ്ഞ രവീന്ദ്രനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആജ്ഞ, ഈ കൊച്ചിയെ മാത്രമല്ല സംസ്ഥാനത്തെ ഉടനീളം ഇത്രയും വിപുലമായിട്ടുള്ളൊരു ശൃംഖല, അതും ഉന്നതരുടെ പേരിൽ ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ്, ഞെട്ടിക്കുന്ന തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ആ യുവതി വെളിപ്പെടുത്തിയത്. ഈ ഫോൺ സംഭാഷണം, ആ ശബ്ദരേഖ വഴി ഇതിൻ്റെ വ്യാപ്തി അത് ഭീകരമാണ്. ഈ ഉന്നതരുടെ പേരിലുള്ള തട്ടിപ്പ് അത് ഒരുപാട് പേരുടെ ഇടത്ത് നടന്നിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ ആയിരിക്കണം എൽദോ. കാരണം ഇവരൊരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ലക്ഷ്യം വെച്ച് അവരുടെ സാമ്പത്തിക പരാധീനതകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരെ നിരന്തരം ഇങ്ങനെ ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഈ സ്ത്രീ തന്നെ ആദ്യം തയ്യാറായിരുന്നെങ്കിലും ആശുപത്രിയിലും അതിന് എഗെയിനസ്റ്റ് ആണ് എന്ന് കരുതി പിന്മാറിയതാണ്. അതിനുശേഷവും അവരെ ഇതിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലുള്ള നിർബന്ധിതമായി അവയവം ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സ്ത്രീയെ നയിച്ചു എന്ന് വ്യക്തമാണ്. മാത്രമല്ല, ഇവർക്ക് ആദ്യം ഓഫർ ചെയ്ത് ഈ ഏജന്റുമാരൊക്കെ വാങ്ങുന്നത് ഒരു പേഷ്യന്റിന്റെ അടുത്തും 25 ലക്ഷം രൂപയാണ് ഒരു അവയവദാന ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഈ ഏജന്റ് കൈപ്പറ്റുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ ഡോണർക്ക് 8.5 ലക്ഷം രൂപ ഓഫർ ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു നടപടി, ഈ ഒരു അലയൻസ് ഉണ്ടായത്. അതിനുശേഷം ഇവർക്ക് കൊടുത്തത് 3.5 ലക്ഷം രൂപയാണ്. ഈ പണം അന്വേഷിച്ച്, അല്ലെങ്കിൽ ബാക്കി തുക എങ്ങനെ കിട്ടും എന്ന് അന്വേഷിച്ചിട്ട് ഇയാളുടെ പിന്നാലെ നടന്നതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇവര് ലൈംഗിക പീഡനത്തിന് ഇരയായി വന്നത്. മാത്രമല്ല, കിഡ്നി ഡൊണേറ്റ് ചെയ്തതിനു ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവരുടെ ജോലി പോകുന്ന സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴൊക്കെ ഇവരെ നിലയ്ക്ക് നിർത്താൻ ഈ ഒരു തന്ത്രം പ്രയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവരുടെ ജോലി പോയതിനുള്ള സാഹചര്യം എന്ന് പറയുന്ന ഈ സംഭാഷണത്തിൽ പറയുന്ന സ്ത്രീയും ഡോണറും പേഷ്യന്റുമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. അവരുടെ പരാതിയിലാണ്, അതായത് ഇവരെ മിസ്ലീഡ് ചെയ്യാൻ ഈ സ്ത്രീ ശ്രമിച്ചു എന്നുള്ളതാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അതുകൊണ്ടാണ്, അതായത് ഈ ആശുപത്രിയുടെ ഇന്റേണൽ നോംസിന് പറ്റാത്ത രീതിയിൽ ഇവർ പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നാണ് ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയത്. അത് അവരും നമ്മളോട് സ്ഥിരീകരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ പറഞ്ഞിരുന്നു, ഈ ഏജന്റിന്റെ ഒപ്പം ഈ ഡോണറെയും പേഷ്യന്റിനെയും കണ്ട സാഹചര്യത്തിൽ പണമൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ നോക്കിയും കണ്ടും വേണം എന്ന് പറഞ്ഞിരുന്നു എന്ന് അവർ തന്നെ നമ്മൾക്ക് തന്നിരിക്കുന്ന സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവര് മിനിസ്റ്റർ സജി ചെറിയാന്റെ PIയുടെ കെയർ ഓഫിലുള്ള, അല്ലെങ്കിൽ അവരുടെ ശുപാർശ പ്രകാരം വന്ന ആളുകളാണ്. PA ഫിലിപ്പ് എന്ന് പറയുന്ന ആളിന്റെ ശുപാർശ പ്രകാരം വന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഉന്നതരുമായി ബന്ധമുണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊരു സാഹചര്യമുണ്ട് എന്ന തരത്തിൽ ഈ ഏജന്റ് ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം. ഒരു പക്ഷേ എൽദോ സൂചിപ്പിച്ചതുപോലെ ഉന്നതരായ പല ആളുകളുടെയും പേരുകൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നുണ്ടാകാം. ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ഇല്ല എന്ന് വ്യക്തമായി. അത് തന്നെ നമ്മളോട് പ്രൈവറ്റ് സെക്രട്ടറി മനു പുളിക്കൽ വ്യക്തമാക്കുകയും ചെയ്തു. അത് വ്യക്തമാണ്. അങ്ങനെ ഒരു PA അല്ലെങ്കിൽ അങ്ങനെ ആ പേരിലുള്ള ഒരാള് ഇവരുടെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലോ PAമാരുടെ കൂട്ടത്തിലോ ഇല്ല എന്ന് വ്യക്തമാണ്. അതിൽ നമുക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റി. പക്ഷേ ഈ പാവപ്പെട്ട ആളുകളെ, ഈ സ്ത്രീ തന്നെ ഇവരുടെ പണം ചോദിച്ച സാഹചര്യത്തിൽ ഇനിയും ഡോണർമാരെ നൽകിയാൽ മാത്രമേ പണം നൽകൂ, അതിനിവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ തന്നെ ഇവരൊരു 10-12 പേരുടെ അഡ്രസ്സും അല്ലെങ്കിൽ 10-12 പേരെ ഇവരുമായി ഏജന്റുമായി മുട്ടിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ ഫോണിൽ വിളിച്ചെങ്കിൽ ഇവരാരും പ്രതികരിക്കാൻ തയ്യാറല്ല. പലരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പക്ഷേ ഇത്ര ആളുകൾ ഡൊണേറ്റ് ചെയ്തു എന്നുള്ള കാര്യം
വ്യക്തമാണ്. പക്ഷേ അതിലൊരാൾ പറഞ്ഞത് റൈറ്റ്, ആഗ്നിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്താണെങ്കിലും ഉന്നതരുടെ പേര് പറഞ്ഞ്, അത് മന്ത്രിയുടെ PA ഒക്കെ പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ അവയവക്കടത്തിന്റെ ഒരു വലിയ തട്ടിപ്പ്. അത് സാധാരണക്കാരെ വലയിലാക്കാനുള്ള വളരെ എളുപ്പമായിട്ടുള്ള മാർഗമായി അതിനെ തട്ടിപ്പുകാർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇനി നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. മുഖ്യപ്രതി സജിത്തുമായി നിരന്തരം ഇടപാടുകൾ നടത്തിയ ഒരു കമ്പനി നിരീക്ഷണത്തിലാണ്. അവയവ കച്ചവടം നടത്തുന്ന പ്രധാനികൾക്ക് ഈ കമ്പനിയുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. കമ്പനിയുടെ ഇടപാടുകളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി സജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങുകയാണ് നെടുമ്പാശ്ശേരി പോലീസ്. അവയവക്കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലും അതേസമയം തന്നെ ഹൈദരാബാദിലും പോലീസ് സംഘങ്ങൾ അന്വേഷണം നടത്തിയിരിക്കുന്നു. ഹൈദരാബാദിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണം കോയമ്പത്തൂരും ചെന്നൈയും കേന്ദ്രീകരിച്ച് എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തി സംഘം തിരിച്ചു വന്നിരിക്കുന്നു. കൂടുതലും ദരിദ്രരായവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അവയവ മാഫിയ പ്രവർത്തിച്ചിരുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കൂടുതൽ സ്ത്രീകളുമാണ് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ അവയവ ദാതാക്കളെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറിയ പങ്കും ഇതര സംസ്ഥാനക്കാരാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവരിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇതുവരെ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം പലതും വ്യാജ വിലാസങ്ങൾ നൽകിയാണ് ഈ രീതിയിൽ പ്രവർത്തിച്ചിരുന്നത് എന്നത് വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യ പ്രതിയായി കരുതപ്പെടുന്ന ആൾ ഇറാനിൽ തന്നെ തുടരുകയാണ്. മധു അടക്കമുള്ള മലയാളികൾ ഈ സംഘത്തിൽ ഉണ്ട്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള സജീഷ് ശ്യാമിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ വരും ദിവസങ്ങളിൽ തന്നെ പോലീസ് സംഘം നൽകുന്നുണ്ട്. ഇയാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. കൂടുതൽ പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ സംഘത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൽ മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലും ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന സംശയം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ചിലരെയും ഈ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. ഒരു യുവതി അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു. ഇവരെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. മോഡലുകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് സംസ്ഥാനത്ത് സജീവമാണെന്ന് വെളിപ്പെടുത്തൽ. വലിയ സ്വപ്നങ്ങളുമായി മോഡലിംഗ് രംഗത്തെത്തുന്ന യുവാക്കളെ ചതിയിൽപ്പെടുത്തിയാണ് ലഹരി മാഫിയയുടെ നീക്കങ്ങൾ. അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ലഹരിക്കടത്തലിന് നിർബന്ധിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നെത്തിയ മാരക ലഹരി വസ്തുക്കൾ കാസർഗോഡ് വഴി കൊച്ചിയിലെ മോഡലിംഗ് രംഗത്തെത്തുന്നതെന്ന് മോഡലിംഗ് രംഗത്തുള്ളവർ തന്നെ വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിട്ട് കാലങ്ങളേറെയായി. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഉദാഹരണം നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ പെൺകുട്ടികളടക്കം, മോഡലിംഗ് രംഗത്തുള്ള പെൺകുട്ടികളടക്കം ഈ ലഹരി മാഫിയ സംഘത്തിന്റെ പിടിയിലാകുന്നതാണ് കാണാൻ സാധിച്ചത്. സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും പോർവിളിച്ചും പരിഹസിച്ചും പരസ്യമായി തന്നെ ഇവർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ്, ഒപ്പം തന്നെ വിറ്റഴിക്കുകയാണ്. എങ്ങനെയാണ് മോഡലിംഗ് രംഗത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത്? ബാംഗ്ലൂരിൽ നിന്നായിരിക്കും കൂടുതലും ഡ്രഗ് ഇങ്ങോട്ട് എത്തുന്നത്. കാസർഗോഡ് വഴിയും അങ്ങനെയൊക്കെ എത്തുന്നത് ബാംഗ്ലൂർ വഴിയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരാൾ മതി ക്യാൻസർ പോലെ പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു മോഡലിൻ്റെ ക്വാളിറ്റി നോക്കുക, ഇല്ലെങ്കിൽ ഒരു ഫ്രഷറായിട്ട് വരുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി നോക്കാതെ അവർ എടുക്കുകയും പിന്നെ അതിലേക്ക് മറ്റുള്ള കുട്ടികളും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത്. നാണക്കേട് കൊണ്ട് ചിലപ്പോൾ അവർ പറയത്തില്ലായിരിക്കും. കാരണം അവർ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുകയും നല്ലൊരു ജോലിയായിട്ട് പോകുന്നതായിരിക്കും. ചെന്ന് ഇതേപോലെ പെട്ട കാര്യം അവർ പറയത്തില്ലായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, വലിയൊരു മോഡലാകണം എന്ന് ആഗ്രഹിച്ച് വരുന്ന കുട്ടികളായിരിക്കാം. അപ്പോൾ അവരെ പേരൻസ് പിന്നെ അതിലോട്ട് വിടത്തില്ലായിരിക്കാം. അതാണ് പിന്നെ അവർ പുറത്ത് പറയാത്തതും. അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതായത് ഇതേപോലെ ന്യൂഡ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ഭീഷണിയാണ് കൂടുതലും മെയിൻ. അവർക്ക് പിന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അവർക്ക് ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനമാണ്. നമ്മളിപ്പോൾ ഒരു ജോബിന് പോവുകയാണെന്നുണ്ടെങ്കിൽ 10-30,000 രൂപ ഒരു മാസം കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു വരുമാനം ആയിക്കൊണ്ട് തന്നെ അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കും, പെട്ടെന്ന് കിട്ടുന്ന പൈസ ആയതുകൊണ്ട്. അതായത് എങ്ങനെയാണ്, അതായത് ഉദ്ദേശിക്കുന്നത് ഈ ലഹരി വസ്തുക്കൾ വിറ്റഴിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതാണ്. കാരണം അവർ ആഡംബര ജീവിതം നയിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലഹരി വസ്തുക്കൾ വിറ്റഴിച്ചാലേ അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വൻ ഓഫറുകൾ നൽകിയാണ് മോഡലിംഗ് കമ്പനികൾ യുവാക്കളെ ഇത്തരത്തിൽ ചതിയിൽപ്പെടുത്തുന്നത്. ലഹരി ഇടപാടുകൾ തിരിച്ചറിയുമ്പോഴേക്കും പലർക്കും പിന്നീട് ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം പിടിയിലായി കഴിഞ്ഞിരിക്കും. മോഡൽ രംഗത്തേക്കുള്ള യുവതലമുറയുടെ താല്പര്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്.
ഒരിക്കലും തുടക്കത്തിൽ ആരും പറയത്തില്ല. കാരണം തുടക്കത്തിൽ പറയുമ്പോൾ തന്നെ മിക്കുള്ള കുട്ടികൾ എത്തിക്സ് ഉള്ള ഒരു കുട്ടികളാണെങ്കിൽ ഒരിക്കലും അത് ചൂസ് ചെയ്യത്തില്ല. കാലാകാലങ്ങളായി സാർ പറഞ്ഞ പോലെ തന്നെ കാലാകാലങ്ങളായിട്ട് ആയിരിക്കും ഇത് പറയുന്നത്. കാരണം ഇപ്പം ഒരാൾക്ക് മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ഇവിടെ ആഗ്രഹത്തിനെടുത്ത് കച്ചവടമാക്കും അവർ. എങ്ങനെയൊക്കെ ഒരാളെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കുട്ടിയെ നോക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ലഹരി മാഫിയ സംഘത്തിൽ ഇട്ടുകൊടുത്തത്, ഇല്ലെങ്കിൽ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടി ഈ കുട്ടി അങ്ങ് ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്ത് ഈ കുട്ടിക്ക് നല്ല ഓഫർ കൊടുക്കാം എന്നുള്ള രീതിയിൽ വാഗ്ദാനം നൽകി സെക്ഷലി അബ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും പിന്നീട് പോകുന്നത്. ഈ മോഡലിംഗ് സ്ഥാപനം അതിന്റെ ഉടമ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് കൃത്യമായി അറിയാമല്ലോ. അറിയാം. പ്രത്യേക ഏജന്റുമുണ്ട്. ഇവർക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വേണ്ടി കൃത്യമായി അതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നു. അതെ അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങനെയാണ്. MG മിഥുൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഈ മോഡലിംഗ് രംഗത്ത് ഈ മോഡലിംഗിന് എത്തുന്ന യുവാക്കൾ നേരിടുന്ന ചൂഷണം, അവർ അതിന് പിടിയിലാകുന്ന സാഹചര്യമൊക്കെയായിരുന്നു ഈ മോഡൽ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആ യുവാവ് പങ്കുവച്ചത്. അതിൽ എത്രത്തോളം ആഴത്തിൽ ഉള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് അയാൾ സൂചിപ്പിച്ചത്? എൽദോ, ഈ മോഡലിംഗ് രംഗത്തേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ കടന്നു വരുന്നൊരു സമയം കൂടിയാണ്. ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്ന യുവാക്കളെ അത് ചൂഷണം ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അശ്ലീല വീഡിയോ ദൃശ്യങ്ങളൊക്കെ പകർത്തിയതിനു ശേഷം ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ കൂടിയാണ്. ഈ രംഗത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല ഭീഷണി ഈ ഒരു യുവാവിന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇദ്ദേഹവും ഈ ഒരു കാരിയറായി ഉപയോഗിക്കാനുള്ളൊരു നീക്കം ഏജന്റുമാരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കടന്ന് തിരികെ തിരുവനന്തപുരത്ത് എത്തിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ 200-ലധികം ഇത്തരത്തിലുള്ള മോഡലിംഗ് കമ്പനികൾ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ 200 കമ്പനികളിലും പലതിനും രജിസ്ട്രേഷൻ അടക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ ഒരു കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഈ തുടക്കക്കാരായി കടന്നു വരുന്ന മോഡലുകളെ കൂടുതൽ അവസരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഒപ്പം തന്നെ വിദേശത്തേക്കുമൊക്കെ പരിപാടികളായി ഒപ്പം തന്നെ വേദികൾ ഒരുക്കി നൽകുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യും. തുടർന്ന് അവിടെ നിന്ന് പല ലഗേജുകളും ഇവരെ കാരിയറായി ഉപയോഗിച്ചുകൊണ്ട് കടത്തിക്കൊണ്ടുവരാറാണ് പതിവ്. ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇവരിത് അറിയാറില്ല. പക്ഷേ പിന്നീട് ഇത് അറിഞ്ഞുകൊണ്ട് പരാതിപ്പെടാനോ അല്ലെങ്കിൽ മറ്റ് ചോദ്യം ചെയ്യലിലേക്കൊക്കെ ഏജന്റുമാരുടെയോ അല്ലെങ്കിൽ ഉടമകളുടെയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ കുടുക്കിക്കളയും. അതായത് ഞങ്ങൾ ആണ് ഇത് ചെയ്തതെന്ന് പറ്റിയ തരത്തിലുള്ള ഒരു തെളിവുകളും നിങ്ങളുടെ ഭാഗത്തില്ല. ഇതെല്ലാം കൊണ്ടുവന്നതും ഇതെല്ലാം കടത്തിക്കൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നതും എല്ലാം തന്നെ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പരാതിപ്പെട്ടാൽ നിങ്ങൾ തന്നെ പോലീസിൽ കുടുങ്ങും എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തും. കൂടാതെ ഈ കാലയളവിലൊക്കെ തന്നെ ഇവർക്കും ലഹരി മരുന്നുകൾ നൽകുകയും ചെയ്യും. ലഹരി വിറ്റഴിക്കുന്നതും ഒപ്പം തന്നെ അതിൻ്റെ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള കാരിയറായി ഇവരെ പിന്നീട് മാറ്റിയെടുക്കാറാണ് പതിവ് എന്നാണ് ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വിദേശത്തടക്കം പല വേദികളിലും പോയിട്ട് തിരികെ വരുമ്പോൾ സ്വർണ്ണമടക്കം കടത്താറുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ യുവാവ് നടത്തുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. കാര്യമായ അന്വേഷണം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ അകത്തേക്ക് പ്രവേശിക്കാറില്ല. കൂടുതൽ ആഴത്തിലേക്കുള്ള ചോദ്യം ചെയ്യലിലേക്കോ അല്ലെങ്കിൽ ആഴത്തിലേക്കുള്ള അന്വേഷണത്തിലേക്കോ അന്വേഷണ സംഘം കടക്കാറില്ല എന്നുള്ളതാണ് ഈ യുവാവ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഈ മോഡലിംഗ് ഏജന്റുമാരെയും ഒപ്പം തന്നെ മോഡലിംഗ് ഏജൻസിയും കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിന്റെ ചതിക്കുഴികൾ മനസ്സിലാക്കാൻ സാധിക്കൂ. കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ ഈ മേഖലയിൽ ഇപ്പോൾ സുലഭമായി വിറ്റഴിക്കപ്പെടുന്നു. ഒപ്പം തന്നെ പരസ്യമായി തന്നെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ളൊരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് യുവാവ് അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. ശരി, മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി സർക്കുലർ പുറപ്പെടുവിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ ഡിജിറ്റൽ രേഖകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സർക്കാർ ഉപഹർജി സമർപ്പിച്ചിരുന്നു. ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുന്നത് സംബന്ധിച്ച് സർക്കുലർ ഇറക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ഉപഹർജി. സർക്കുലർ പുറപ്പെടുവിച്ചതായി ഹൈക്കോടതി രജിസ്ട്രാർ എന്ന് കോടതി അറിയിച്ചു. ഇക്കാര്യം കോടതി രേഖപ്പെടുത്തി. നടിയുടെ ഹർജി നാളെ പരിഗണിക്കാൻ മാറ്റി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സർക്കാരിന്റെ ആവശ്യമായിരുന്നു ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കണമെന്നുള്ള കാര്യത്തിൽ വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും എൽദോ, കാരണം മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായി 3 ഇടങ്ങളിൽ പരിശോധിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടി തന്റെ
സ്വകാര്യതയെ മാനിക്കുന്നില്ല എന്നൊരു പരാതി കൂടി ഇതിനൊപ്പം ചേർത്തിരുന്നു. അതേ തുടർന്നാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉപഹർജി കൂടി ഈ പരാതിയോട് ചേർത്തിട്ടാണ് ഒരു ഉപഹർജി കൂടി കോടതിയിൽ സമർപ്പിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് കൃത്യമായ സർക്കുലർ വേണം, അത് കീഴ്ക്കോടതികളെ കൂടി അറിയിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി ഉണ്ടായിരുന്നത്. ഈ ഹർജി ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട, അതായത് കീഴ്ക്കോടതികളുടെ കാര്യങ്ങൾ നോക്കുന്ന ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. തിങ്കളാഴ്ച തന്നെ, ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ പുറപ്പെടുവിച്ചുവെന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഉപഹർജി കോടതി അംഗീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. 3 തവണ, അതായത് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതിനുശേഷം ജില്ലാ കോടതി ജഡ്ജിയുടെ PA മഹേഷ് മോഹൻ, അതിനുശേഷം ശിരസദാർ താജുദ്ദീൻ എന്നിവർ ഈ മെമ്മറി കാർഡ് ഉപയോഗപ്പെടുത്തി തങ്ങളുടെ ഫോണിൽ ആ മെമ്മറി കാർഡ് ഉപയോഗിച്ച് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള പരാതി മുൻനിൽക്കെയാണ്. ഇത് കണ്ടെത്തിയിട്ടുമുണ്ട്. ജസ്റ്റിസ് ഹണി എം വർഗീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതേ തുടർന്നാണ് ഇങ്ങനെ ഒരു ഹർജിയിലേക്ക് സർക്കാർ മൂവ് ചെയ്തത്. പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്ന് യാത്രക്കാർ മൊഴി നൽകി. ബസ്സിൽ കയറിയത് കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അതേസമയം കേസിനാസ്പദമായ സംഭവം പോലീസ് പുനരാവിഷ്കരിച്ചു. പട്ടം മുതൽ പാളയം വരെ ബസ്സും കാറും ഓടിച്ചാണ് ദൃശ്യം പുനരാവിഷ്കരിച്ചത്. ബസ്സിലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചാൽ കാറിലെ യാത്രക്കാർക്ക് കാണാനാകുമെന്ന് വ്യക്തമായെന്ന് പോലീസ് പറയുന്നു. ഡ്രൈവർ യദുവിനെതിരെ കുറ്റപത്രം നൽകാൻ നടപടിയും തുടങ്ങി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പോലീസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അന്വേഷണ റിപ്പോർട്ട് അന്തിമമാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുന്നത്. ഡ്രൈവർ യദുവിനെ പ്രതിയാക്കി വൈകാതെ കുറ്റപത്രം, ഈ കേസിൽ കുറ്റപത്രം നൽകാനുള്ള നീക്കങ്ങളിലും പോലീസ് കടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ സംഭവങ്ങൾ പട്ടം പ്ലാമൂട് മുതൽ പാളയം വരെയുള്ള ഈ റോഡിലെ തർക്കം പോലീസ് പുനരാവിഷ്കരിച്ചത്. മേയറുടെ പ്രധാനപ്പെട്ട പരാതി തന്നെ കാറിലിരിക്കുമ്പോൾ തന്നെയും കുടുംബത്തെയും അശ്ലീലാംഗ്യം യദു കാണിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് കാണിച്ചാൽ കാറിൽ പോകുന്ന ആളുകൾക്ക് ആംഗ്യം കാണാൻ കഴിയില്ലെന്ന വാദമാണ് യദുവുമായി ബന്ധപ്പെട്ട ആളുകളും ഉയർത്തിയ പ്രധാനപ്പെട്ട എതിർ ആരോപണം. മേയറുടെ വ്യാജ പരാതി സ്ഥാപിക്കാൻ അവർ നടത്തിയ എതിർ ആരോപണം. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുനരാവിഷ്കരിക്കുമ്പോൾ അങ്ങനെ സാധിക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതായത് ബസ്സിലെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചാൽ കാറിലെ യാത്രക്കാർക്ക് വ്യക്തമായി കാണാനാകുമെന്ന് ഈ പുനരാവിഷ്കരണത്തിനിടെ പോലീസിന് ബോധ്യമായി. പട്ടം മുതൽ പാളയം വരെ ബസ്സും കാറും ഓടിച്ചായിരുന്നു പോലീസിന്റെ ഈ സംഭവങ്ങൾ, അന്ന് രാത്രിയിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്, മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവും ബാലുശ്ശേരി MLAയുമായ KM സച്ചിൻ ദേവ് ബസ്സിൽ കയറി ആളുകളെ ഇറക്കി വിട്ടു, ബസ്സിൽ കയറി ബഹളം കാണിച്ചു എന്ന ആരോപണമുണ്ട്. ആ വിഷയത്തിൽ പോലീസിന്റെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട അന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയതിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് യാത്രക്കാർ പറയുന്നു, മൊഴി നൽകിയിട്ടുണ്ട്. ബസ്സിൽ കയറിയ ശേഷം ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ സച്ചിൻ ദേവ് ആവശ്യപ്പെട്ടു എന്നാണ് മൊഴിയിൽ വ്യക്തമാകുന്നത്. അല്ലാതെ ഈ ബസ്സിൽ ആളുകൾ ഇറക്കിവിടാനോ അവിടെ ബഹളമുണ്ടാക്കുവാനോ സച്ചിൻ ദേവ് ശ്രമിച്ചു എന്ന തരത്തിലുള്ള മൊഴി പോലീസ് ശ്രമിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അവിടെയും മേയറും കുടുംബവും ഒക്കെ പറയുന്നത് പോലുള്ള അവരുടെ നിലപാടിനെ സാധൂകരിക്കുന്ന മൊഴിയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയും. ഏതായാലും കേസന്വേഷണം ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കോടതി നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു. ഇപ്പോൾ അധികം വൈകാതെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമം. അതിന്റെ ഭാഗമായാണ് അന്വേഷണത്തിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ വളരെ വേഗത്തിലുള്ള നീക്കങ്ങൾ. ആലുവയിൽ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ യുവാക്കൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകളാണ് ചുമത്തുക. പെൺകുട്ടിയെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ആലുവയിൽ കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തിയ സംഭവത്തിൽ യുവാക്കൾക്കെതിരെ പോക്സോ, തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ ചുമത്തിയിരിക്കുകയാണ് പോലീസ്. പെൺകുട്ടിയുടെ സമ്മതപ്രകാരമാണ് യുവാക്കൾക്കൊപ്പം പോയതെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാലാണ് പെൺകുട്ടിയുടെ സുഹൃത്ത് മണിക്കിന്റെ സുഹൃത്ത് മിൽട്ടൺ എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് എടയപ്പുറത്ത് കീഴ്മാട് നിന്നും കടയിൽ സാധനം വാങ്ങാനായി പോയ പെൺകുട്ടിയെ 6 മണിയായിട്ടും കാണാനില്ല എന്ന പരാതിയുമായി മാതാപിതാക്കൾ
ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ബംഗാൾ സ്വദേശിയുടെ മകളാണ്. വീട്ടുകാർ പരിസരങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല. സമീപത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും പെൺകുട്ടി നടന്നു പോകുന്നതിന്റെയും അതോടൊപ്പം 2 പേർ പെൺകുട്ടിയെ പിന്തുടരുന്നതിന്റെയും ദൃശ്യങ്ങൾ ലഭിച്ചു. ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് കുട്ടി തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികൾ ബന്ധുക്കളെ വിളിക്കുകയും ചെയ്തു. ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപം ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്നിടത്ത് നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. മണിക്കും പെൺകുട്ടിയുമായി കുറച്ച് നാളുകളായി പ്രണയത്തിലായിരുന്നു. മണിക്കിനൊപ്പം പോകാൻ വേണ്ടിയായിരുന്നു പെൺകുട്ടി വീട് വിട്ടിറങ്ങിയത്. പക്ഷേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ആയതിനാലാണ് ഒപ്പമുണ്ടായിരുന്ന മണിക്കിനെയും മണിക്കിന്റെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ അയൽവാസിയെ പിതാവും മക്കളും ചേർന്ന് അടിച്ചുകൊന്നു. വാഹനം കഴുകുന്നതിനിടെ മലിനജലം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കക്കാട് നമ്പ്യാർമുട്ട സ്വദേശി അജയ് കുമാറിനെ ഹെൽമറ്റും കല്ലും വടിയും ഉപയോഗിച്ചാണ് ഈ സംഘം കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ് എന്നിവരെയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെട്ടിപ്പീടിക നമ്പ്യാർമൊട്ടയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകമുണ്ടായത്. കാറ് കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിട്ടുവെന്ന് ആരോപിച്ച് അയൽവാസികളായ 3 പേരും ഒപ്പം ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയും ചേർന്നാണ് ഇത്തരത്തിൽ അതിക്രൂരമായി അജയകുമാറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ അയൽവാസിയായ ദേവദാസും ഇയാളുടെ 2 മക്കളും ഒപ്പം ഇതര സംസ്ഥാന തൊഴിലാളിയെയും കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ അജയകുമാറിനെ മൃതദേഹം വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടുകാർ ഈ സംഭവത്തിൽ പറയുന്നത് ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യങ്ങൾ ഉള്ളതായി അറിയില്ല എന്നാണ്. മദ്യലഹരിയിലായിരുന്നു ഈ സംഘം എത്തിയതെന്നും പറയുന്നുണ്ട്. ആദ്യം നാട്ടുകാർ ഇടപെട്ട് ഇവരെ തിരിച്ചയച്ചിരുന്നു. പിന്നീടാണ് ഇവർ കല്ലും വടിയും ഹെൽമറ്റുമായി ഈ അജയകുമാറിന്റെ വീട്ടിലേക്ക് എത്തുന്നതും ഇത് ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KV ബൈജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം നഗരമധ്യത്തിൽ ചന്തക്കവലയിലെ നിരവധി കടകളിൽ മോഷണം. മാർക്കറ്റ് ജംഗ്ഷനിലെ 6 കടകളിലാണ് രാത്രി 1 മണിയോടെ മോഷണം നടന്നത്. ഓരോ കടയിൽ നിന്നും 3000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പണമാണ് നഷ്ടപ്പെട്ടത്. മങ്കി ക്യാപ്പ് ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയതെന്ന് നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. കൊച്ചി വൈറ്റിലയിൽ വൃദ്ധമാതാവിനെ സംരക്ഷിച്ച പ്രദേശവാസികൾക്കെതിരെ പോലീസ് കള്ളക്കേസെടുത്ത സംഭവം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കാര്യത്തിൽ കൂടുതൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയാണ് നാട്ടുകാർ. കള്ളക്കേസെടുത്ത നടപടി പിൻവലിച്ചില്ല എങ്കിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് തീരുമാനം. നാട്ടുകാരിൽ നിന്ന് ഒപ്പുശേഖരം നടത്തി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. കൊച്ചി വൈറ്റിലയിൽ വൃദ്ധമാതാവിനെ സംരക്ഷിച്ച നാട്ടുകാർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ കൂടുതൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അന്നത്തെ സംഭവത്തിൽ, അതായത് ഈ വൃദ്ധമാതാവായ സരോജിനിയെ വീട്ടിൽ നിന്നും പുറത്താക്കി, വീട് പൂട്ടി പുറത്താക്കിയ സംഭവത്തിൽ അന്ന് സഹായിക്കാനെത്തിയ 50 പേർക്കെതിരെയാണ് ഇവർ കേസെടുത്തത്. സരോജിനി അമ്മയുടെ മകൾ കേസ് കൊടുത്തത്. ഈ കേസിൽ പ്രധാനമായും പറയുന്നത് ഇവരോട് അശ്ലീലമായ പരാമർശങ്ങൾ നടത്തി, മറ്റൊന്ന് ഇവരുടെ ഭവനം ഭേദിച്ച് മോഷണ ശ്രമം നടത്തി, പാദസരം അടക്കമുള്ള സ്വർണ്ണങ്ങൾ മോഷ്ടിച്ചു എന്നുകൂടി ഇവർ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നാലെയാണ് പോലീസ് 50 പേർക്കെതിരെ കേസെടുത്തത്. ഇത് കള്ളക്കേസാണ്. കൃത്യമായ തെളിവുകളില്ലാതെ ഇത്തരത്തിൽ കള്ളക്കേസെടുത്തത് പിൻവലിക്കണം. മറ്റൊന്ന്, ഇവർക്ക് വഴി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സരോജിനി അമ്മയുടെ വീടിന് മുൻവശത്ത് നിന്നും സരോജിനി അമ്മയുടെ മോളും ടിജോയുടെ മകളും നിരന്തരം അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നു, ആ വഴിയെ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്, ഭീഷണിപ്പെടുത്തുന്നു എന്നീ
കാര്യങ്ങളും കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളും എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. ആ നാട്ടുകാരെ എല്ലാം ഒന്നിപ്പിച്ച് അവരിൽ നിന്നും ഒരു ഒപ്പ് ശേഖരണം നടത്തി ഈ ഒപ്പ് പരാതിയുമായി കമ്മീഷണർക്കും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ അടക്കം കണ്ട് പരാതി നൽകുവാനാണ് ഇവരുടെ തീരുമാനം. കാരണം ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കേസുകളായിരുന്നു ഇവർക്കെതിരെ എടുക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ജാമ്യം കിട്ടി ഇവർ പുറത്തിറങ്ങുകയും ഒളിവിൽ പോയി 10 ദിവസത്തോളം ഈ പ്രതികൾ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം. പിന്നീട് ഇവർ തിരിച്ചെത്തി ആണ് ഈ സംഭവം എന്തായെന്ന് പോലും ഇവർ അറിയുന്നത്. അത്തരത്തിൽ വളരെ പോലീസിന്റെ ഈ ഒരു നടപടി ചില വ്യക്തികളുടെ പാർട്ടിയിലെ ചില വ്യക്തികളുടെ താല്പര്യപ്രകാരം പോലീസ് ഒരു പാവകളെ പോലെ ഇവർക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഇതിനെതിരെ എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെയും തീരുമാനം. പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതി, അതിൽ 2 കമ്പനികൾക്ക് കൂടി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നോട്ടീസ് നൽകി. AK കെമിക്കൽസിന് അടച്ചുപൂട്ടൽ നോട്ടീസും അർജുന നാച്ചുറൽസ് എന്ന കമ്പനിക്ക് പ്രവർത്തനാനുമതി പിൻവലിക്കാതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസുമാണ് നൽകിയത്. മത്സ്യക്കുരുതിയിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുള്ള കളക്ടറുടെ റിപ്പോർട്ട് സർക്കാരിന് ഇതിനിടെ കൈമാറി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും കണ്ടെത്തലുകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് എറണാകുളം ജില്ലാ കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ ഈ റിപ്പോർട്ടിൽ പറയുന്നു. പെരിയാറിലെ മത്സ്യക്കുരുതിയെ സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. സബ് കളക്ടർ അന്വേഷിച്ച റിപ്പോർട്ട് പിന്നീട് അത് വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനത്തോടു കൂടിയാണ് അത് പുരോഗമിച്ചത്. ഇതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അതോടൊപ്പം തന്നെ കുഫോസിന്റെയും റിപ്പോർട്ടുകൾ ഘടകവിരുദ്ധമായിരുന്നു. രാസമാലിന്യം കലർന്നിട്ടുണ്ട് എന്നതായിരുന്നു കുഫോസ് കണ്ടെത്തിയത്. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തലിൽ അത്തരം പരാമർശങ്ങളില്ല. എന്തായാലും ഈ റിപ്പോർട്ടുകൾ സബ് കളക്ടർ ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുന്നു. ജില്ലാ കളക്ടറുടെ ശുപാർശ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ്. ശാസ്ത്രീയ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും സർക്കാരിന്റെ ഒരു നടപടികൾ ഇനി തുടർന്നും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാമെന്നതാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി P. രാജീവ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയുണ്ടായി. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണമുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യും. സ്വതന്ത്രമായി അന്വേഷിക്കാൻ ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ശുപാർശ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയും ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ മത്സ്യ കർഷകർക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിലാണ്. അക്കാര്യത്തിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് സംഭവിക്കാനിടയില്ല എന്ന സൂചനകളുണ്ട്. കാരണം മത്സ്യ കർഷകർക്ക് എങ്ങനെയാണ് നഷ്ടപരിഹാരം നൽകുന്നതെന്ന് സംബന്ധിച്ചൊരു പ്രോട്ടോകോൾ നിലവിൽ വ്യവസ്ഥയിലില്ല. കാരണം ഇത് സമാനമായ രീതിയിൽ നേരത്തെ നഷ്ടപരിഹാരം വിതരണം ചെയ്തിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരുപക്ഷെ അല്പം വൈകിയായിരിക്കും നടപടികൾ ഉണ്ടാകുക. അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തിപ്പെടുകയാണ്. അതേസമയം വ്യവസായ വകുപ്പിനെതിരെ വിമർശനവുമായി ഹൈബി ഈഡൻ രംഗത്ത് വന്നു. മലിനീകരണം നടത്തിയ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ വൈകുകയാണ്. അത്തരം കാര്യങ്ങളിൽ വ്യവസായ വകുപ്പിനെ ആരോഗ്യ സംരക്ഷിക്കുന്നുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇതിൽ ഒന്നാം പ്രതി. ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ തന്നെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത് തന്നെ, അല്ലെങ്കിൽ ആരോപണ വിധേയമായ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയത് തന്നെ കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലെയാണ്. സമുദ്ര ഗവേഷണത്തിൽ വലിയ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ കൊച്ചിയിൽ തന്നെ സിഫ്നെറ്റും അതുപോലെ തന്നെ CMFRIയും എല്ലാം നിലവിൽ ഉണ്ട്. ഏത് കമ്പനികളാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇതിന്റെ സാമ്പിളുകൾ പരിശോധിച്ചാൽ ഏത് കമ്പനിയാണ് ആ രാസമാലിന്യം ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനും അത് ഏത് കമ്പനിയാണ് ഇത് ഒഴുക്കിവിട്ടത് മഴക്കാലത്ത് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വ്യവസായ വകുപ്പ് ഇക്കാര്യത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് 2 കമ്പനികൾക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒന്ന് കാരണം കാണിക്കൽ നോട്ടീസും മറ്റൊന്ന് അടച്ചുപൂട്ടൽ നോട്ടീസുമാണ് നൽകിയിരിക്കുന്നത്. AK നാച്ചുറൽസിനും അതോടൊപ്പം തന്നെ അർജുന നാച്ചുറൽസിനുമാണ് ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതോടെ നോട്ടീസ് നൽകിയിരിക്കുന്ന കമ്പനികളുടെ എണ്ണം 3ആയി ഉയർന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. KSU സംഘർഷത്തിൽ KPCC അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് KPCC അധ്യക്ഷന് കൈമാറി. നേതൃത്വത്തിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. KPCC അധ്യക്ഷൻ നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിലാണ്
KSU നേതൃത്വത്തിന് ക്യാമ്പ് നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ പരാമർശം ഉള്ളത്. അതോടൊപ്പം കെ സുധാകരനെ KPCC അധ്യക്ഷൻ കെ സുധാകരനെ ഏകപക്ഷീയമായി ഈ ക്യാമ്പിൽ അർഹമായ പ്രാതിനിധ്യം നൽകാതിരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെ ആദ്യം സാന്നിധ്യം ക്യാമ്പിൽ ഉണ്ടായിരുന്നുമില്ല. അങ്ങനെ മുതിർന്ന നേതാക്കളായിരുന്നു പ്രവർത്തകരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നയിക്കാനായി അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തരമൊരു സംഘർഷം ഉടനെടുക്കുകയില്ലായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. അതോടൊപ്പം നെടുമങ്ങാട് ഇക്ബാൽ കോളേജിലെ യൂണിറ്റ് ഭാരവാഹികളായ 2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കമാണ് ഈ കൂട്ടത്തല്ലിലേക്ക് കലാശിച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. ആ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആർക്കെതിരെയാവണം നടപടി സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ KPCC അധ്യക്ഷൻ അന്തിമമായ നിർദ്ദേശം നൽകുക. സ്വാഭാവികമായി KSU നേതൃത്വത്തിന് എതിരെ സ്വാഭാവികമായി സംഘടനാ തലത്തിൽ അച്ചടക്ക നടപടി എടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം പാർട്ടിക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന നടപടിയാണ് നെയ്യാർ ഡാമിൽ നടന്ന KSU ക്യാമ്പിനിടെയുണ്ടായ സംഘർഷം മൂലം ഉണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരിച്ച VD സതീശൻ അത് കുട്ടികൾ തമ്മിലുണ്ടായ തർക്കം മാത്രമാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാണ് ശ്രമിച്ചത്. VD സതീശൻ ആ തമ്മിത്തല്ലിനെ ന്യായീകരിക്കുകയായിരുന്നു. ഇപ്പോൾ ഡാൻ കുര്യൻ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ പരിധി വിട്ടോ എന്ന കാര്യം KSUം NSUം ഒക്കെ അന്വേഷിക്കട്ടെ എന്നുള്ളതായിരുന്നു VD സതീശന്റെ നിലപാട്. പാർട്ടി അറിയാതെ നെയ്യാർ ഡാമിൽ പരിപാടി നടത്താൻ കഴിയില്ല എന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി അന്വേഷിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. എന്നാലും സതീശന്റെ വാക്കുകളിലേക്ക്. ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. അതൊരു കുട്ടികളല്ലേ, കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് KSU തന്നെ അത് അന്വേഷിക്കും. അതിന്റെ മീതെ NSUA കമ്മിറ്റി ഉണ്ട്, അവരൊരു തീരുമാനം എടുക്കും. അതിലൊന്നും കയറി ഞാൻ അഭിപ്രായം പറയേണ്ട ആളാണ്. KPCC അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്. KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. പാർട്ടി അറിയാതെ ഒന്നും നെയ്യാർ ഡാമിൽ പരിപാടി നടക്കും. അല്ലല്ല, അത് എന്താണ്, ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം. കുട്ടികൾ തമ്മിലുള്ള പിള്ളേരല്ലേ, ചെറിയ പ്രായമല്ലേ, നമ്മുടെ പ്രായമല്ലല്ലോ. അവര് തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അവരന്വേഷിച്ച് KSU പ്രസിഡന്റ് NSU കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് വെച്ച് നമുക്ക് നോക്കാം. KSU ക്യാമ്പിലെ തർക്കത്തെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു VD സതീശൻ. മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം 7 ദിവസത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെജ്രിവാളിന്റെ ഹർജി. ജൂൺ 2-നാണ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം അവസാനിക്കുക. MG മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ ഇടക്കാല ജാമ്യം അവസാനിക്കാൻ ഉള്ള സാഹചര്യം എത്തി നിൽക്കെ പുതിയ നീക്കം നടത്തുകയാണല്ലോ കെജ്രിവാൾ. എൽദോ, തീർച്ചയായും. അതായത് 22 ദിവസത്തെ ഇടക്കാല ജാമ്യമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് കോടതി അനുവദിച്ചിരുന്നത്. അത് ജൂൺ 2-ന് അവസാനിക്കാനിരിക്കെയാണ് 7 ദിവസം കൂടി ഈ ജാമ്യം നീട്ടി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിൽ അത് പരിഗണനയ്ക്ക് വരുമെന്നാണ് കരുതിയിരുന്നതെങ്കിൽ പോലും തന്നെ ഇന്നത് സുപ്രീം കോടതി പരിഗണിക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തേക്ക് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് വൈദ്യ പരിശോധനയ്ക്കായി 7 ദിവസം കൂടി ജാമ്യം നീട്ടി നൽകണമെന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ പ്രധാനമായും ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും രാഷ്ട്രീയപരമായി നോക്കിക്കാണുന്നത് ജൂൺ 4-നാണ് ഈ റിസൾട്ട്, ഈ പൊതുതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുന്നത്. ആ സമയത്ത് ഇന്ത്യ മുന്നണി സംബന്ധിച്ച് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുള്ള വിലയിരുത്തലുണ്ട്. കൂടാതെ തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിൽ പല പരികാര്യങ്ങളും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതൊക്കെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥ അനുവദിച്ചപ്പോൾ തന്നെ 22 ദിവസത്തിനുള്ളിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നുള്ള കാര്യമൊക്കെ കോടതി പരാമർശം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ, ഹർജി പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ജാമ്യം നീട്ടി നൽകാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ് എന്നാണ് നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇടക്കാല ജാമ്യ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു പൊതുതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവ് ജയിലിൽ കിടക്കുന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചുകൂടെ എന്നൊരു പരാമർശം ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അടക്കമുള്ളവർ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ
തന്നെ നാളെ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ ജാമ്യം നൽകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതേസമയം ജാമ്യത്തിന്റെ സമയം നീട്ടി നൽകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. മിഥുൻ സൂചിപ്പിച്ച പോലെ മിഥുൻ, മറ്റൊരു വാർത്ത കൂടിയുണ്ടല്ലോ ഇന്ന് ദേശീയ തലത്തിൽ. അതായത് ഇന്ത്യ സഖ്യത്തിന്റെ അടുത്ത യോഗം ജൂൺ 1 ഡൽഹിയിൽ ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ 7 ഘട്ടങ്ങളും യോഗം അവലോകനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മിഥുൻ, ഈ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടുള്ള ചർച്ച? ഇനിയുള്ള മുന്നോട്ടുള്ള തുടർ നീക്കങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ടോ? പൊതുതെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം 7ാം ഘട്ടം പൂർത്തിയാകുന്ന ജൂൺ 1 രാത്രി 7 മണിക്ക് ഡൽഹിയിൽ വെച്ചാണ് സമ്പൂർണ്ണ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഈ 7 ഘട്ടങ്ങളിൽ ഈ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, ഒപ്പം തന്നെ കൂടുതൽ മേൽക്കൈ നേടാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്, ഒപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ഏത് തരത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ അവലോകനം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ 7 ഘട്ടങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം തുടർ നീക്കങ്ങൾ ഏതൊക്കെയാണ് അത് സംബന്ധിച്ച് അതിൽ പ്രധാനമായും ഉള്ളത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു മറുപടി ഇന്ത്യ സഖ്യ നേതാക്കൾ നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനടക്കം മല്ലികാർജ്ജുൻ ഖാർഗെയോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴും അദ്ദേഹം അതിന് ചിരിച്ചുകൊണ്ടായും മറുപടി നൽകിയത്. വരും ദിവസങ്ങളിൽ അതിനുള്ള ഉത്തരം നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു പരാമർശം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കൂടാതെ 300 സീറ്റിലധികം വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി പാർട്ടി നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ അടക്കം ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് കരുതുന്നത്. ഓക്കെ, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ഉത്തർപ്രദേശിലെ ബാഗ്പത്തിലെ ആസ്ഥ എന്ന ആശുപത്രിയിലും തീപിടുത്തം റിപ്പോർട്ട് ചെയ്തു. 12 രോഗികളെയാണ് ഈ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഡൽഹി സഹാരൻപൂർ റോഡിലുള്ള ആസ്ഥ ആശുപത്രിയുടെ മുകൾ നിലയിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളെ രക്ഷപ്പെടുത്തിയതായും തീപിടുത്തത്തിൽ ആർക്കും പരുക്കില്ല എന്നും പോലീസ് അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ തീപിടിച്ച് 7 നവജാത ശിശുക്കളാണ് വെന്തു മരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്നൊരു തീപിടുത്തത്തിന്റെ വാർത്ത പുറത്തു വരുന്നത്. ഇനി രാജ്യാന്തര വാർത്തകളുമായി കൃഷ്ണേന്ദു നായർ. നമസ്കാരം, ലോകവാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ റഷ്യയിൽ നിന്ന് 15 നൈറ്റ് വിഷൻ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നു. റഷ്യയിൽ നിന്ന് 12 നൈറ്റ് വിഷൻ റെസ്ക്യൂ ഹെലികോപ്റ്ററുകളും 3 ഫയർ ഫൈറ്റിംഗ് ഹെലികോപ്റ്ററുകളും ഇറാൻ വാങ്ങിയതായി ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓർഗനൈസേഷൻ മേധാവി ബബാക് മഹ്മൂദി ഇറാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. സ്പെഷ്യലൈസ്ഡ് ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉദ്യോഗസ്ഥരുമായി ഏപ്രിൽ അവസാനത്തോടെ ഈ കരാർ ഒപ്പിട്ടതായും മഹ്മൂദി കൂട്ടിച്ചേർത്തു. അതായത് 2025 മാർച്ച് 20 അവസാനിക്കുന്ന നിലവിലെ ഇറാനിയൻ കാലണ്ടർ വർഷാവസാനത്തോടെ 4 ഹെലികോപ്റ്ററുകൾ എത്തിക്കാൻ കഴിയുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. വലുതും പ്രത്യേകതയുള്ളതുമായ ഈ ഹെലികോപ്റ്ററുകൾക്ക് 6 ചെറിയ സപ്പോർട്ടിംഗ് ഹെലികോപ്റ്ററുകളുമുണ്ട്. ഈ ഹെലികോപ്റ്ററുകളുടെ മൊത്തം വില ഏകദേശം $500 മില്യൺ ആണ്. ഖത്തർ എയർവേസിന്റെ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർക്ക് പരിക്ക്. ദോഹയിൽ നിന്ന് ഡ്യൂബ്ലിനിലേക്കുള്ള യാത്രയ്ക്കിടെ ഖത്തർ എയർവേസ് ഫ്ലൈറ്റ് QR017 ആകാശച്ചുഴിയെ തുടർന്ന് 6 ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. ടർക്കിക്ക് മുകളിലൂടെ പറക്കുന്നതിനിടെ വിമാനത്തിന് ടർബുലൻസ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് 6 യാത്രക്കാർക്കും 6 ക്രൂ അംഗങ്ങൾക്കും പരിക്കേറ്റതായി ഡ്യൂബ്ലിൻ എയർപോർട്ട് സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് വിമാനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ സുരക്ഷിതമായി ഡ്യൂബ്ലിൻ വിമാനത്താവളത്തിൽ ഇറക്കി. 18 വയസ്സ് കഴിഞ്ഞവർക്ക് ദേശീയ സേവനം നിർബന്ധമാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. ജൂലൈ 4 നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞവർക്ക് രാജ്യത്ത് ദേശീയ സേവനം നിർബന്ധമാക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് പറഞ്ഞു. അർഹമായ അവസരങ്ങൾ ലഭിക്കാത്ത യുവാക്കളുടെ തലമുറകൾ ബ്രിട്ടനിൽ ഉണ്ടെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഒപ്പം അനിശ്ചിതത്വമുള്ള ലോകത്ത് സമൂഹത്തെ ഒന്നിപ്പിക്കാനും ദേശീയ ഐക്യം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി ഉപകരിക്കുമെന്നും സുനക് പറയുന്നു. പ്രതിവർഷം $300 കോടി ചെലവ് വരുന്ന പദ്ധതി പ്രകാരം യുവാക്കൾ 1 വർഷം സായുധ സേനയിൽ സേവനം അനുഷ്ഠിക്കുകയോ മാസത്തിൽ 1 വാരാന്ത്യത്തിൽ സന്നദ്ധ സേവനം നടത്തുകയോ വേണം. പോലീസ്, ആരോഗ്യ സേവനം തുടങ്ങിയവയിലാണ് സന്നദ്ധ സേവനം നടത്തേണ്ടത്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഉദ്ദേശമില്ല എന്ന് ജർമ്മനി. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പലസ്തീൻ അതോറിറ്റിയെ പ്രത്യേക രാഷ്ട്രമായി അംഗീകരിക്കാൻ ഒരു കാരണവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോർച്ചുഗൽ പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോയ്ക്കൊപ്പം വെള്ളിയാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്.
രാജ്യത്തിന്റെ ഭൂപ്രദേശത്തെപ്പറ്റി വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ വിഷയങ്ങളും ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നതായും ഷോൾസ് പറയുന്നു. പലസ്തീനും ഇസ്രായേലിനും ഇടയിൽ സംഘർഷ പരിഹാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ അറബ് രാജ്യങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെന്ന് ഒലാഫ് ഷോൾസ് പറയുന്നു. മാലിദ്വീപുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുന്നുവെന്ന് മാലിദ്വീപ് മന്ത്രി മുഹമ്മദ് സയ്യിദ്. മാലിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാമ്പത്തിക വികസന വാണിജ്യ മന്ത്രി സയ്യിദ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ നിരവധി മാലിദ്വീപ് മന്ത്രിമാർ പരിഹസിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബർ മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് മാലിദ്വീപുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് ശ്രമിക്കുന്നത്. ലോകവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകായുക്ത നിയമ ഭേദഗതി ചോദ്യം ചെയ്തുള്ള രമേശ് ചെന്നിത്തലയുടെ ഹർജി റോസ്റ്റർ പ്രകാരം മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ ഹർജി തള്ളിയ ലോകായുക്ത വിധിക്കെതിരെയാണ് രമേശ് ചെന്നിത്തല പുനഃപരിശോധന ഹർജി നൽകിയിരുന്നത്. കൊട്ടേഷൻ സംഘാംഗം ചരൽ ഫൈസൽ ചെർപ്പളശ്ശേരിയിൽ അറസ്റ്റിലായി. കൊട്ടേഷൻ നേതാവ് അനസ് പെരുമ്പാവൂരിന്റെ അനുയായിയാണ് ഇയാൾ. 5 ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്തു എന്ന കേസിലാണ് ഈ അറസ്റ്റ്. ചരൽ ഫൈസൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. നിരവധി കവർച്ചാ കേസുകളിലും ഇയാൾ പിടികിട്ടാപ്പുള്ളിയാണ്. ഫൈസലിനെതിരെ കാപ്പ ചുമത്തിയേക്കുമെന്നും സൂചനയുണ്ട്. രാമനാട്ടുകര സ്വർണം പൊട്ടിക്കൽ കേസിലെ ഉൾപ്പെടെ നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ചരൽ ഫൈസൽ. ഒപ്പം തന്നെ വളരെ അപകടകാരിയുമാണ്. പെരുമ്പാവൂർ അനസ്, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കുപ്രസിദ്ധ കൊട്ടേഷൻ സംഘ തലവനായ പെരുമ്പാവൂർ അനസിന്റെ അടുത്ത അനുയായിയാണ്. ഇയാളെ ഇന്നലെ ആണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ മലപ്പുറത്ത് വെച്ചാണ് ചെർപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതായത് വാഹനം വാഗ്ദാനം ചെയ്ത്, അതായത് ഇയാളുടെ സുഹൃത്തിന്റെ ഒരു താർ വാഹനം വാഗ്ദാനം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒളിവിലായിരുന്നു. നിരവധി കവർച്ചാ കേസിൽ പ്രതിയാണ്. രാമനാട്ടുകരയിൽ സ്വർണ്ണ കടത്ത് സംഘം ആയിട്ടുള്ള ഏറ്റുമുട്ടലും മറ്റു കാര്യങ്ങളിലെല്ലാം തന്നെ കേസുകളിലെല്ലാം തന്നെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. അതിൽ അയാൾക്കെതിരെ കേസുമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കവർച്ചാ കേസിലും, മഞ്ചേരിയിൽ ഒരു കവർച്ചാ കേസിലും ഇയാൾക്ക് പങ്കുണ്ട്. എന്തായാലും നമുക്കറിയാം, ന്യൂസ് 18 കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരമ്പര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച്. അവരുമായി അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ് ചെർപ്പളശ്ശേരി നെല്ലായി ചരൽ സ്വദേശിയായ ഈ ഫൈസൽ. ആ ഫൈസലാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എന്തായാലും ഫൈസലിന്റെ അറസ്റ്റ് ഈ കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ ഈ ഒരു മാഫിയകൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇയാൾ വിദേശത്തോ മറ്റോ ആയിരുന്നു എന്നാണ് സംശയിക്കുന്നത്. എന്തായാലും ഇയാളുടെ സംഘത്തലവനായ പെരുമ്പാവൂർ അനസ് ഇപ്പോൾ ദുബായിലുണ്ട്. ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഇയാൾ കാര്യങ്ങൾ നോക്കുന്നത്. കേരളത്തിലെ കാര്യങ്ങളാണ് അനസ് ഈ ഫൈസലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കൂടുതൽ അന്വേഷണം, ഇയാളുമായി ബന്ധമുള്ള അടുത്ത ആളുകളെ കൂടി കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പോലീസിന്റെ വലയിൽ കുരുങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഹൃദയരാഗം ഫാമിലി മ്യൂസിക് ക്ലബ്ബ് 7ാം വാർഷികം ആഘോഷിച്ചു. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ആഘോഷ പരിപാടികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. വയലാർ രാമവർമ്മയുടെ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി ക്ലബ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗാനനൃത്ത വിരുന്നുമുണ്ടായിരുന്നു. പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പ് ലിമിറ്റഡിന്റെ ചെയർമാനും MD-യുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലയുടെ ഗുഡ്വിൽ അംബാസഡർ. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ ട്രേഡ് കൗൺസിലിന്റേതാണ് തീരുമാനം. ഇന്ത്യയും മിഡിൽ ഈസ്റ്റും മറ്റ് 33 LAC രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ടൂറിസം ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ICL ഫിൻകോർപ്പിന്റെ നിരന്തര ശ്രമങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് അഡ്വക്കേറ്റ് KG അനിൽകുമാറിന്റെ നിയമനം. അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ICL ഫിൻകോർപ്പ് CMD KG അനിൽകുമാർ കൈക്കൊണ്ട ശക്തമായ തീരുമാനങ്ങളെ ഇന്ത്യ, ക്യൂബ തുടങ്ങിയ നിരവധി LAC ഗവൺമെന്റുകളും അംഗീകരിച്ചു. ക്യൂബയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വയനാട് സുൽത്താൻ ബത്തേരിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം തുറന്ന കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബ്രാൻഡ് അംബാസഡർ ഫഹദ് ഫാസിലാണ് ഷോറൂം ഉദ്ഘാടനം ചെയ്തത്.
ബത്തേരി ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിരവധി ആനുകൂല്യങ്ങളും ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഡയമണ്ട് റിംഗും ജൂലൈ 31 ബമ്പർ സമ്മാനമായി മാരുതി സ്വിഫ്റ്റ് കാറും സമ്മാനമായി നൽകും. പകൽ വാർത്തയുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട്ലൈറ്റ് കാണും.